വെറുതെ ഒരാൾക്ക് റീച്ച് ആകണമെങ്കിൽ ഒന്നും നോക്കണ്ട, കണ്ണടച്ച് രേണുസുതി എന്നുള്ളൊരു ഹാഷ്ടാഗ് ഇടുക, 2 തള്ളക്കി വിളിക്കുക, രേണുസുതി അങ്ങനെയാണ്, രേണുസുതി ഇങ്ങനെയാണെന്ന് പറയുക, റീച്ചാണ്. നമസ്കാരം, ഞാനിപ്പം രേണുസുതിൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ മലയാളികളുടെ ഇപ്പോഴത്തെ സെലിബ്രിറ്റി തന്നെയാണ് രേണുസുതി. രേണുസുതി, നമസ്കാരം. നമസ്കാരം ചേട്ടാ, നമസ്കാരം. നമ്മൾ എനിക്ക് തോന്നുന്ന കുറേ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. ദുബായിൽ വെച്ച് തന്നെ നമ്മൾ കണ്ടിരുന്നു. അതെ. കഴിഞ്ഞ വർഷം 2025 നമ്മൾ കണ്ടു, സംസാരിച്ചു. അതിനുശേഷം നമ്മളിപ്പോൾ വീണ്ടും കാണുന്നു. ഒരുപാട് സന്തോഷം. രേണു ഒരുപാട് പ്രോഗ്രാമിൽ പോകുന്നു, ഒരുപാട് അതായത് രേണു എന്ന ഒരു ഐഡന്റിറ്റി ഒരു ബ്രാൻഡായിട്ട് ഐക്കോണിക്കാക്കി മാറ്റിയത്. ഓക്കെ, കാരണം രേണു എന്നുള്ളൊരു ബ്രാൻഡ് ഉള്ളത് കൊണ്ടാണ് പലരും അത് വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കി കൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? തീർച്ചയായിട്ടും. അതിനെക്കുറിച്ച് എന്താണ് രേണു പറയാനുള്ളത്? ഇപ്പം ഞാനുള്ളത് നമ്മുടെ ചെമ്പരത്തിയിലാണ്. അതായത് നമ്മുടെ UAE റാസൽ ഗെയിമിൽ എന്നെ ഇവർ വിളിച്ചതിന്റെ കാരണം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം ചേട്ടൻ ഇത്രയും ദൂരെ തന്നെ വന്ന് കാണാൻ കാരണം എന്താണ്? ആ രേണു സുതി എന്നുള്ളൊരു ബ്രാൻഡ് നെയിം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവർ വിളിച്ചത്, നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്നത്. നമ്മൾ എന്തായാലും എന്നെ ആദ്യമായിട്ട് ദുബായിൽ കൊണ്ടുവന്ന റോബി ചേട്ടൻ തന്നെയാണ് എന്നെ ഇവിടെ നമ്മുടെ ചെമ്പരത്തിയിലേക്കും ക്ഷണിച്ചതും. ഞാൻ നല്ല രീതിയിൽ, എനിക്ക് തോന്നുന്നത് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും, എന്നാൽ പോലും നല്ല രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം 2-3 ദിവസം കൂടെ ഞാൻ ഇവിടെ ഉണ്ട്. അപ്പം ഈ ആൾക്കാരെല്ലാം എന്നെ എടുത്തിട്ട് അല്ലെങ്കിൽ ആ ഒരു പേരെടുത്തിട്ട് പറയണമെങ്കിൽ അതിനകത്ത് റീച്ചാണ്. എന്ത് പറഞ്ഞു, ഇപ്പൊ ഞാനൊരു മീഡിയക്കാരൻ, ഇപ്പം ഒട്ടുമിക്ക കേരളത്തിലെ മീഡിയക്കാരും ഒക്കെ ആയിട്ട് ഞാൻ നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് പോകുന്നത്. ബ്രദേഴ്സായിട്ട്, അവരെ ചേച്ചിമാരുമായിട്ടൊക്കെ നല്ല കൂട്ടാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിക്കും, ഈ റീച്ച് വെറുതെ, അപ്പൊ അവരിങ്ങോട്ട് പറയും, വെറുതെ ഒരാൾക്ക് റീച്ച് ആകണമെങ്കിൽ ഒന്നും നോക്കണ്ട, കണ്ണടച്ച് രേണുസുതി എന്നുള്ളൊരു ഹാഷ്ടാഗ് ഇടുക, 2 തള്ളക്കി വിളിക്കുക, രേണുസുതി അങ്ങനെയാണ്, രേണുസുതി ഇങ്ങനെയാണെന്ന് പറയുക, റീച്ചാണ്. അവരുടെ അക്കൗണ്ട് റീച്ചായി. പിന്നെ അവർക്ക് തിരിഞ്ഞു നോക്കേണ്ട വരത്തില്ല, അവർക്ക് മാസം വരുമാനമായി. അതാണ് രേണുസുതിയെ കൊണ്ടുള്ള ഒരു ആദ്യ ഒരു ഗുണമാണ്. അതെ, രേണുവിന്റെ പേരിൽ എന്തെങ്കിലും ഒരു വിവാദം അവര് ക്രിയേറ്റ് ചെയ്യുന്നു, ഇല്ലാത്ത കഥകൾ അല്ലേ? അതെ, തീർച്ചയായും. ഇങ്ങനെ ഈ കഥകളിലൂടെ പേര് വരുമ്പോ സ്വാഭാവികമായും രേണുവിന്റെ ഫീലിങ്സ് എന്താണ്? നമ്മൾ മനുഷ്യരാണല്ലേ, അപ്പം നമുക്ക് ഫീലിങ്സും സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും നമുക്ക് എല്ലാ സമ്മിശ്ര വികാരങ്ങളുള്ള ഒരു മനുഷ്യജീവി തന്നെയാണ് രേണുസുതിയും ഞാനും. അപ്പം എന്നെ സംബന്ധിച്ച് സത്യം പറയട്ടെ, എനിക്ക് കുറച്ച് പേരുണ്ട് എൻ്റെ ഒപ്പം നിൽക്കുന്ന, കുറച്ച് എൻ്റെ വീട്ടുകാരൊന്നും, എൻ്റെ ചേച്ചിയാണല്ലോ, പിന്നെ എനിക്കൊരു മാനേജറുണ്ട് കരീഷ്മ. ഓളെന്ന് വെച്ചാൽ എന്ത് വിഷമം. അതുപോലെ എനിക്ക് ഒരു ബ്രദറുണ്ട്. അതുപോലെ എനിക്ക് നല്ലൊരു തിക്ക് ഫ്രണ്ടും ഉണ്ട്. അവൻ്റെ പേര് ഞാനിപ്പോൾ എന്തായാലും പറയുന്നില്ല. നമുക്ക് എന്ത് മനസ്സിന് വിഷമം ഉണ്ടെങ്കിലും അവരുടെ അടുത്ത് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായി. കാരണം ഈ 10,000 പേര് എന്നെ പറ്റി നെഗറ്റീവ് പറഞ്ഞാൽ ഈ 4 പേര് എൻ്റെ അടുത്തൊന്ന് ഒന്ന് വെല്ലിടി അല്ലെ അവരോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രസ്ട്രേഷൻ എൻ്റെ അലത്തില്ലാതാവും. അതാണ് എന്നെ ഇങ്ങനെ നിലനിർത്തുന്ന ഒരു ശക്തി. സത്യം അതുമല്ല, രേണു ലക്ഷക്കണക്കിന് ആൾക്കാർ രേണുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. രേണു ഈ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വരുന്നത്, അതായത് പോസിറ്റീവായി വരുന്നതിനോട് സന്തോഷമുള്ള ആൾക്കാരാണ്. ശരിക്കും പറഞ്ഞാൽ ഈ 100 പേരിൽ 10 പേരായിരിക്കും ഇതിൽ മോശം ചെയ്യുന്നത്. അപ്പോൾ 1 ലക്ഷം പേര് വരുമ്പം ആ കൗണ്ട് നമ്പർ കൂടുന്നതാണ്. ഇപ്പോൾ 10 ലക്ഷം പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പം അതിൽ കുറേ പേര്, ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ആയിരുന്നാലും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരാൾ എതിർത്താൽ മതി, ആൾക്കാർ ആ എതിർത്തതിനെ മാത്രമേ കാണുള്ളൂ. തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് വശമാണ് എല്ലാവരും കാണുന്നത്. അതായത് ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ 10 പേര് നമ്മളെ സപ്പോർട്ട് ഉണ്ടെങ്കിലും അതിനകത്തുനിന്ന് ഒരാൾ വന്നിട്ട് നമ്മളെ നെഗറ്റീവ് പറഞ്ഞാൽ ആ 10 പേരുടെ സപ്പോർട്ട് ആരും പൊക്കി പിടിക്കത്തില്ല. അവളെ നെഗറ്റീവ് അടിച്ചു, അതെന്താണെന്ന്, അതാണ് പൊലിപ്പിച്ച് 1 റീച്ചിലേക്ക് വിടുന്നത്. രേണുസുതി അങ്ങനെയാണ്. ഇപ്പം തന്നെ എന്തൊക്കെ വിവാദങ്ങളാണ് നടക്കുക. എന്നെയും കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേരെന്നെ വിളിച്ചു വെച്ച്, രേണു നിനക്ക് ഓക്കെ അല്ലേ, നീ പോലീസ് സ്റ്റേഷനിലൊന്നും അല്ലല്ലോ ദുബായിൽ, നിന്നെ അറസ്റ്റിലായെന്നൊക്കെയാണല്ലോ കേൾക്കുന്നത്. ഇനി നാട്ടിൽ ചെല്ലുമ്പോഴത്തേന് എന്താ പറയാ, 1 പോലീസ് സന്നാഹം എക്സൈസുകാരൊക്കെ പിടിച്ചോണ്ട് പോകുന്നതാണ് പറയുന്നത്. എനിക്കറിയില്ല, വിവാദം നടക്കുകയാണ്. അല്ല, അതൊക്കെ വെറുതെയാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് അതിലൂടെ അവർ റീച്ച് ചെയ്യാൻ വേണ്ടി ഓരോ ടെക്നിക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ രേണു അതിൽ കയറി എന്തെങ്കിലും പറയുകയും ആ പറയുന്നത് എടുത്തിട്ട് രേണു ഇങ്ങനെ പറഞ്ഞു അല്ലേ, അതൊരു ഇപ്പോഴും ഏറ്റവും കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് കാണുന്നൊരു ടെൻഡൻസിയാണ്. അതെ, അതൊരു മാറ്റം ഇല്ലെന്ന് പറയുമ്പോഴാണ് ഞാൻ ഓർക്കുവേ ഇനിയിപ്പോൾ അടുത്ത ഏതെങ്കിലും രേണുസുതി വരുമ്പോൾ ഈ രേണുസുതി എടുത്ത് മാറ്റി ഇട്ടോളും, സമാധാനം കിട്ടട്ടെ, നമ്മളെ മാറ്റി ഇടട്ടെ എന്ന് ഓർക്കും. ഒന്ന് വിവാദം ഒന്ന് കുറഞ്ഞൊന്ന് താന്ന് വേറെ വല്ല പരിപാടിക്ക് പോകുന്നു. അടുത്ത രേണു വന്നിട്ടുണ്ട് കേട്ടോ,
പിന്നെ ഇതുപോലെ തന്നെ എയറിലോട്ട് കയറും. ഇതാണ് ഈ ഒരു 6 മാസമായിട്ട് രേണുസുതി വിത്ത് വിവാദം. എയറിലാകുക താഴെ വരിക, വീണ്ടും എയറിലാകുക താഴെ വരിക. ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗർ, ഒരു മെയിൻ വ്ളോഗറാണ് അദ്ദേഹം, ബിഗ് ബോസ് സെലിബ്രേറ്റ് ചെയ്യണം, എന്നെ കുറേ നെഗറ്റീവ് അടിച്ച ആളാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയല്ലോ. സോ അതിന്റെ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കവെയാണ് അടുത്ത പുതിയ പൊട്ടി. ആ ഒരു പുതുതായിട്ട് ചാനൽ തുടങ്ങി, ആ ചാനൽ തുടങ്ങിയപ്പോഴുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വൈബാണല്ലോ കാണുന്നത്. തീർച്ചയായിട്ടും. എനിക്ക് ഇപ്പം ആരാണ് സബ്സ്ക്രിപ്ഷൻ ചെയ്യാത്ത തുടങ്ങാത്ത ഒട്ടുമിക്ക സെലിബ്രിറ്റികൾ സാധാരണക്കാർ മാസം 12 ലക്ഷം വരെ മേടിക്കുന്ന ആൾക്കാരുണ്ട് എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഇട്ട് കൊടുത്ത്. രേണുസുതി എന്തായാലും 12 ലക്ഷം ആയില്ല, ഇപ്പം ഒരു 2 ആഴ്ച ആയതോടെ തുടങ്ങിയിട്ട് ഒരു 3 ലക്ഷം മാസം വരുമാനം ആകാറായി. എന്തായാലും ഒത്തിരി താങ്ക്സ്. എന്നെ ഇത്രത്തോളം എന്താ പറയാ നെഗറ്റീവ് അടിച്ചാണ് ആൾക്കാർ. നമ്മളെന്തോ ഇതിനകത്ത് കാണിക്കുന്ന കണ്ടന്റ് എന്താന്ന് ഓർത്ത് വരുന്നവരുമുണ്ട്. എന്തായാലും ഒരുപാട് പേര് സപ്പോർട്ടുണ്ട്. നമ്മളെല്ലാം ജീവിക്കുന്നതും നമ്മളൊരു ബിസിനസ് ചെയ്യുന്നതും നമ്മൾ ജീവിക്കുന്നത് തന്നെ പണത്തിനാണ്. മീൻസ് പണം ഉണ്ടെങ്കിൽ നമുക്ക് സമൂഹത്തിലും എല്ലായിടത്തും അംഗീകാരം ഉള്ളൂ. അപ്പം പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് പണം വേണം.